ഹായ് ഓൾ. നമ്മളെല്ലാവരും ഇന്ന് ഇൻ്റർനാഷണൽ വുമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണല്ലോ. വളരെ സന്തോഷകരമായ ഒരു സമയത്താണ് നമ്മളെല്ലാവരും ഇന്നുള്ളത്. നമ്മുടെ സ്പ്രിങ്സ് ഇൻ്റർനാഷണൽ സ്കൂളിൽ എങ്ങനെയാണ് ഇൻ്റർനാഷണൽ വുമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ള ആദ്യത്തെ തോട്ടിൽ തന്നെ നമ്മുടെ മനസ്സിൽ വന്ന 3 മുഖങ്ങളാണ് MD ഷജ്ന മാം, പ്രിൻസിപ്പൽ ചിത്രകല മാം, വൈസ് പ്രിൻസിപ്പൽ ഫാത്തിമക്കുട്ടി മാം. 5-6 വർഷങ്ങളായിട്ട് ഈ സ്കൂള് അല്ലെങ്കിൽ ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം റൺ ചെയ്യുന്നത് തന്നെ ഈ 3 പേരുടെ നേതൃത്വത്തിലാണ്. അപ്പം അതുകൊണ്ട് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് അവരോടൊത്തുള്ള ഒരു സംസാരമായിരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. സോ നമുക്ക് കുറച്ച് സമയം അവരോടൊത്ത് ചെലവഴിക്കാം. കൂടാതെ വിദ്യാർത്ഥികളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു കൊച്ചുമിടുക്കി കൂടി നമ്മുടെ കൂടെയുണ്ട്. ആദ്യത്തെ സ്പ്രിംഗ് സർവീസ് എക്സാമിനേഷൻ ഫസ്റ്റ് റാങ്ക് കിട്ടിയ നമ്മുടെ സ്കൂളിൽ ജോലി ചെയ്യുന്ന പഠിക്കുന്ന ഷെസ മെഹറിൻ. സോ ഈ 4 പേരെയും വളരെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും ഈ ടോക്കിലേക്ക് സ്വാഗതം ചെയ്യും. ആദ്യം നമുക്ക് ഷജ്ന മാമിനെ വെച്ച് തന്നെ തുടങ്ങാം. മാം ഇപ്പോൾ ഈ സ്കൂളിൻ്റെ MD ആണ്, ഭാര്യയാണ്, ഉമ്മയാണ്, മകളാണ്, പലതുമാണ്. സോ വാട്ട് ഡസ് ബീയിങ് എ വുമൺ വാട്ട് ഡസ് മീൻ ടു യു? ഒരു സ്ത്രീ ആയിരിക്കുക എന്നുള്ളത് എന്താണ് മാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതിൽ? ഇപ്പോൾ ഇഷാദ് പറഞ്ഞല്ലോ, ഭാര്യയാണ്, അമ്മയാണ്, പിന്നെ മാനേജിങ് ഡയറക്ടറാണ്. അങ്ങനെ ഒരുപാട് റെസ്പോൺസിബിലിറ്റികളുണ്ട്. അത് ബാലൻസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ബീയിങ് എ വുമൺ എന്നുള്ളതിലെ പ്രധാനപ്പെട്ട കാര്യം. അത് സ്ട്രെങ്ത്തും അതോടൊപ്പം തന്നെ കമ്പാഷനും ബാലൻസ് ചെയ്യാൻ മറ്റാരെക്കാളും സ്ത്രീകൾക്ക് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രത്തോളം ചലഞ്ചിങ് ആയിട്ട് തോന്നുന്നുണ്ടോ മാമിന് ആ ഒരു ബീയിങ് എ വുമൺ? വാസ്തവത്തിൽ ഞാൻ വിമൺ മെൻ അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഹ്യൂമണാണ്, എല്ലാവർക്കും ചലഞ്ചസ് ഒരുപോലെയാണ്. ശരിയാണ്, വുമൺ ആകുമ്പോൾ കുറച്ച് കൂടുതൽ നമുക്ക് ബാരിക്കേഡ്സ് ഉണ്ടാവും, ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും. പക്ഷേ അതിനുള്ളൊരു നാച്ചുറൽ സ്ട്രെങ്ത്ത് ജന്മന സ്ത്രീകൾക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി, ഓക്കെ. ഷജ്ന മാമിൻ്റെ ഒരു അഭിപ്രായം നമ്മൾ കേട്ടു. മാം, എന്താണ് മാമിന് ഇതിൽ പറയാനുള്ളത്? എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. വുമൺ ഇസ് എ സിമ്പിൾ ഓഫ് ലവ്, അഫെക്ഷൻ, റെസിലിയൻസ്, പവർ, വാലർ, ഇതെല്ലാം കൂടിയാണ് ഒരു വുമൺ. അപ്പം അത് മാത്രമല്ല, മാം പറഞ്ഞ അതേ കോൺസെപ്റ്റിനെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ജെൻഡർ ഈക്വാലിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരു വിമൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിഫറൻസിയേഷൻ ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ പെണ്ണുങ്ങൾക്ക് കൂടുതൽ ക്ഷമ ഉണ്ട് ആണുങ്ങളെക്കാളും എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ആണുങ്ങൾ തരണം ചെയ്യുന്നതിനേക്കാളും നല്ലതായിട്ട് പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേഡീസിന് ചില കുറച്ച് റോള് അല്ലെങ്കിൽ ജെൻസിന് ഒരു റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടാവാറുണ്ട്. ഇപ്പം അങ്ങനെയല്ല, എല്ലാ റോളും എല്ലാവരും ഏറ്റെടുക്കുന്നുണ്ട്. ഈവൻ ലോക്കോ പൈലറ്റ് പോലും നമുക്ക് വിമനായിട്ട് ആൾക്കാരുണ്ട്. അപ്പം എല്ലാ റോളും വിമൻ ഏറ്റെടുക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പം ഞാനും ഒരു വിമനാണ്. വിമൻ എന്നുള്ളത് ഐ റിയലി ഫീൽ പ്രൗഡ് ടു ബി എ വുമൺ. ഇപ്പോൾ പ്രിൻസിപ്പൽ മാം നമ്മളോട് സംസാരിച്ചു, ഷീ ഈസ് വെരി പ്രൗഡ് ഓഫ് ബീയിങ് എ വുമൺ. നമ്മളിനി ഫാത്തിമക്കുട്ടി മാമിനോട് ഞാൻ വേറൊരു പേഴ്സ്പെക്റ്റീവിൽ ഒന്ന് ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം മാം ഒരുപാട് എഴുതുകയും വായനയൊക്കെ ഉള്ള ഒരാളായിട്ടാണ് നമ്മൾ മാമിനെ എപ്പോഴും കാണുമ്പോഴൊക്കെ മാം എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കുകയോ വായിക്കുകയോ ആയിരിക്കും. മാം, നമ്മൾ സൊസൈറ്റിയിൽ ഒരുപാട് സ്റ്റീരിയോ ടൈപ്പ് വുമൺസിനെ കുറിച്ചുണ്ട്. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ ഇങ്ങനെ കലഹിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ അത് സ്ത്രീകളല്ലേ അല്ലേ, അങ്ങനെ ഒരുപാട് സ്റ്റീരിയോ ടൈപ്പുകൾ ഉണ്ടല്ലോ. മാം എന്താണ് വിചാരിക്കുന്നത്? ഏത് സ്റ്റീരിയോ ടൈപ്പാണ് വുമൺസിനെ കുറിച്ച് ഈ വേൾഡിൽ നിന്ന് ആദ്യം ഇറാഡിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് മാമിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? താങ്കൾ പറഞ്ഞതിൽ one thing I would like to say that we have to cut the word weak, because I often quote to my students also to empower them. That is, Margaret Thatcher once told that being powerful is like being a lady or woman. If you have to tell people that you aren't.
So, Sodave Durbala, Adikuda Garbhini, like that cliches will be there. That we have to, especially in this 21st century, we have to cut from the usage. That is what I think. Why? Because women are capable of doing so many tasks, multitasking at a time. As Madam Shajna told that they play different roles. There is, the family is the small unit of the society, and a lady is the foundation of that society. So, as an Arabic poet once told that, Al-Ummu madrasatun nida a'dattaha a'datta sharban tayyibal iraqi. If you are educating a woman or a lady, you are educating the whole society or the whole nation. So the root is there in the lady. That is what I think. And we have to always try to see that the ladies are, or women are not misused, or they are not, neutralized, exploited in the society. പൊതുവേ മാം മാം പറഞ്ഞ ഈ വീക്ക് എന്ന് പറഞ്ഞ വാക്ക് ഇപ്പോൾ രണ്ട് രീതിയിൽ ഇൻ്റർപ്രിറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ മെൻ്റലി വീക്ക് ആൻഡ് ഫിസിക്കലി വീക്ക്. ഇപ്പോൾ ഇതിൽ ആക്ച്വലി എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഷെയർ ചെയ്യുകയാണെങ്കിൽ, ഫിസിക്കലി സ്ത്രീ വീക്കാണോ അല്ലയോ എന്നുള്ളത് അത് നമുക്ക് ബയോളജിക്കലി അങ്ങനെ കണക്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. പക്ഷെ അവിടെ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു JCB അല്ലെങ്കിൽ മെഷീൻ ഗണ്ണൊക്കെ വന്ന സ്ഥിതിക്ക് ഭയങ്കര മസിൽ പവറുള്ള ജോലിയൊന്നും അപ്പോൾ പുരുഷൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതിപ്പോൾ സ്ത്രീകൾക്കും ഓപ്പറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പൊതുവെ മെൻ്റലി വീക്കാണെന്നാണ് സ്ത്രീകളെക്കുറിച്ച് പറയുന്ന ഒരു ക്ലീഷേ ആയിട്ടുള്ള ഒരു ഡയലോഗ്. അപ്പോൾ മെൻ്റലി വീക്കാണോ സ്ത്രീകൾ പൊതുവെ? പെട്ടെന്ന് കരയുമോ? I don't think so. They may cry. That is only to express their emotion. That is not their weakness. Because the nature has given them how to lose that. For example, if we are suppressing our emotion like that, it would be like a pressure cooker. So there is a way to outcast that emotion, to express that emotion. Then after such a short time, they will be mentally okay. Then physical strength, as you told, nature also has given that physical strength for men and women, it is entirely different. But as you told that when this escalator, such type of things are there, from heroes we can make it sheroes. അതെ. ഇപ്പോൾ യുദ്ധത്തിൽ വരെ പങ്കെടുക്കുന്നുണ്ട്. ഇതേ ഒരു ചോദ്യം നമുക്ക് ഒരു വളർന്നു വരുന്ന തലമുറയോട് കൂടി ചോദിച്ചു നോക്കാം. കാരണം ക്ലാസ് റൂമിൽ മോളെ ഷെസ, ഇപ്പം നീ ഇപ്പോൾ 10ലേക്ക് എത്തുന്നു, 12 വർഷമാകുന്ന സ്കൂളിൽ. അപ്പോൾ KG മുതൽ +10ാം ക്ലാസ് വരെയുള്ള ഈ ഒരു യാത്രയിൽ ഒരുപാട് ആൺകുട്ടികൾ എൻ്റെ ക്ലാസ്സിൽ ഉണ്ടായിട്ടുണ്ട്. പൊതുവേ കുട്ടികളുടെയൊക്കെ ഒരു മനോഭാവം, പെൺകുട്ടികളോടുള്ള മനോഭാവം ഈ ക്ലാസ് ഗ്രേഡ് മാറുന്നതിനനുസരിച്ച് മാറി വരും. ആദ്യം കുറച്ച് കലഹമായിരിക്കും, പിന്നെ ഒരു എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ദേഷ്യത്തിലായിരിക്കും, പിന്നെ കുറച്ച് വലുതാവുന്നതിനനുസരിച്ച് നല്ല ഫ്രണ്ട്ഷിപ്പുകൾ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ എന്താണ് മോക്ക് പറയാനുള്ളത്? ക്ലാസ്സിലുള്ള നിൻ്റെ പിയർ ഗ്രൂപ്പിലുള്ള നിൻ്റെ ക്ലാസ്മേറ്റ്സിലെ പുരുഷന്മാർക്ക്, ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ എന്ത് മാറ്റമാണ് അവർക്ക് വരുത്തേണ്ടത് മോളുടെ അഭിപ്രായത്തിൽ? On our campus, I haven't felt any kind of discrimination, gender discrimination between boys and girls. I've started learning in Springs International School from 5th grade onwards, and I'm in 10th grade right now. Until now, I haven't faced any such problems. And in our classroom, we actually work together as a team, a whole group. There's no difference like boys as a group and girls as a group. We help each other, we work together, we study together. And when a person is having doubt, we don't look whether if they are a boy or not. We just help them, and and even the leaders, the school cabinet leaders are
many of them are girls. And I am a girl, and I am an SAS officer and a student editor. I've got support from everyone. Because of that, I've become the student editor of Springs International School and the SAS officer. And I've received help and support from everyone, regardless of their gender. And all thanks to the Springs International School, we've never faced any such problems. ഷസ പറഞ്ഞതിനോട് എനിക്കൊരു കാര്യം കൂടി ചേർക്കാനുണ്ട്. പിന്നെ ഈ ഒരു ജനറേഷൻ ജെൻസി, പ്രത്യേകിച്ച് ജെൻ ആൽഫ, അവർ ഇങ്ങനത്തെ ഒരു ഡിസ്ക്രിമിനേഷൻ, ഗേൾ ബോയ് അങ്ങനത്തെ ഒരു ഡിസ്ക്രിമിനേഷൻ അവരെ മനസ്സിലേ ഇല്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കുറേ മുമ്പാണ് എൻ്റെ മോനൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അവനും എൻ്റെ ബ്രദറിൻ്റെ മോളും കൂടി ഈ വീഡിയോ ഗെയിം കളിക്കുമായിരുന്നു. അപ്പോൾ അവർ ടേണിന് വേണ്ടിയിട്ട് രണ്ടുപേരും അടി കൂടുകയാണ്. അപ്പം ഞാൻ മോളോട് പറഞ്ഞു, വാ നമുക്ക് കളർ കൊടുക്കാം, അത് ബോയ്സിൻ്റെ കളിയല്ലേ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മോനോട് പറഞ്ഞത്, അങ്ങനെ ബോയ് ഗെയിമർ ഗേൾ ഗെയിമർ ഒന്നുമില്ല, ഗെയിമർ അത് മതി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചിലപ്പം ആ പോണ കറുത്ത കുട്ടിയതാണെന്ന് ചോദിക്കുമ്പോൾ, ഇതെന്തിനാ അങ്ങനെ ചോദിക്കണത്, ആ ഗ്രീൻ ഷർട്ട് ഇട്ട കുട്ടിയാണെന്ന് ചോദിച്ചുകൂടെ, അല്ലെങ്കിൽ ആ റെഡ് ബാഗ് ഇട്ട കുട്ടിയാണെന്ന് ചോദിച്ചുകൂടെ എന്ന് പറയും. അപ്പോൾ ഈ ഒരു ജനറേഷനിൽ ഞാനൊരു കുട്ടി പറയാം, എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്, പ്രതീക്ഷയുണ്ട്. ബെറ്റർ പീപ്പിൾ ഫോർ ബെറ്റർ സൊസൈറ്റി, അത് ഇവരായിരിക്കും. എനിക്ക് തോന്നുന്നു മാം, ഇതിലേ നമ്മുടെ ജനറേഷൻ ഇതിന് കുറച്ച് പ്രശ്നമാണ്. നമ്മുടെ നർച്ചറിങ് ആണ് പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പലപ്പോഴും നമ്മളിപ്പോൾ ഒരു ജെൻഡർ റിവീൽ പ്രോഗ്രാം, നമ്മുടെ നാട്ടിൽ അത് പറ്റില്ലെങ്കിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ജെൻഡർ റിവീലിംഗ് പ്രോഗ്രാം നടക്കുമ്പോൾ തന്നെ ഇറ്റ്സ് എ ബോയ് എന്ന് കാണിക്കുന്നത് ഒരു ബ്ലൂ കളറിലാണ്, ഇറ്റ്സ് എ ഗേൾ എന്ന് കാണിക്കുന്നത് ഒരു പിങ്ക് കളറിലാണ്. നമ്മളും ഒരു പെൺകുട്ടി അതിനെ കാണാനാണ് പോകുന്നതെങ്കിൽ വാങ്ങിക്കൊടുക്കുക ആ കളറുള്ള സാധനം. പിന്നെ ടോയ്സ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ പോലും എന്താ പറയുക, ഗണ്ണ്, കാറ്, ഇതൊക്കെ ആൺകുട്ടികൾക്കും മറ്റേ ഡോള്, എന്താ പറയുക ടെഡി ബിയറൊക്കെ പെൺകുട്ടികൾക്കും വാങ്ങിക്കൊടുക്കും. കിച്ചൺ സെറ്റ് ഇതൊക്കെ പെൺകുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കും. അപ്പം ഇതൊരു സിസ്റ്റം നമ്മൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ ആണ് പലരും ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ അവിടുന്ന് മാറ്റണം. പിന്നെ എൻ്റെ ഇപ്പം മാം പറഞ്ഞ പോലെ എൻ്റെ വീട്ടിലാണ്, എനിക്ക് 3 ആൺകുട്ടികളാണ്, അറിയാമല്ലോ മാമിന്. അപ്പോൾ ഇവരിൽ മൂത്ത മകനൊക്കെ ഇപ്പോൾ ഇങ്ങനെ അടുക്കളയിലൊക്കെ ചിലപ്പോൾ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ, ജോലികൾ ചെയ്ത് പഠിപ്പിക്കുമല്ലോ നമ്മൾ. എൻ്റെ ഉമ്മ പറയും, നീ പോടാ അടുക്കളയിൽ നിന്ന് പോയത് സ്ത്രീകളുടെ സ്ഥലമാണ് എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ നർച്ചറിങ് തന്നെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നവർ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇതില് ഇപ്പം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത്, ചിലവർക്ക് ഓരോ താല്പര്യങ്ങളുണ്ടാവും. ഈ താല്പര്യങ്ങളും ഓരോരുത്തരുടെ താല്പര്യം, എന്നാൽ ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷനും അത് രണ്ടാണ്. ചിലവർക്ക് ഇപ്പം ആൺകുട്ടികൾക്ക് ചില കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം ഉണ്ടാവും, പെൺകുട്ടികൾക്ക് കൂടുതൽ താല്പര്യം വേറെ ഏരിയാസിലുണ്ടാവും. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആവുന്ന സമയത്ത് ഒരു ലോലമായിട്ടുള്ള ഒരു മനസ്സാണ് പെൺകുട്ടികൾക്ക് ഉണ്ടാവുക. അതുകൊണ്ട് ആണ് ഈ ടോയ്സൊക്കെ അവർ പ്രിഫർ ചെയ്യുന്നത്. അല്ല, പ്രിഫറൻസ് ഈസ് ഓക്കെ. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല മാം. അവരെയും കൊണ്ട് നമ്മളൊരു കടയിലേക്ക് പോയിട്ട് അവരെന്ത് സെലക്ട് ചെയ്യുന്നോ അത് വാങ്ങിക്കൊടുക്കണം. ഞാൻ അതിനെ കുറിച്ചല്ല പറഞ്ഞത്. അപ്പൊ നമ്മളിപ്പോ ഒരാളെ കുട്ടിയെ കാണാൻ പോകുമ്പോ കുട്ടിക്ക് വാങ്ങുന്ന ടോയാണ്, പെൺകുട്ടിയല്ലേ, അപ്പൊ അതുകൊണ്ട് കിച്ചൺ സെറ്റ് വാങ്ങാം. ആ പെൺകുട്ടിയുടെ ചോയ്സ് ചോദിക്കാതെ പലപ്പോഴും നമ്മൾ ടോയ് വാങ്ങിയ എന്താ, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് കിട്ടാത്ത ടോയാണ് ഞാൻ വാങ്ങുന്നത്. അത് എൻ്റെ മോനത് വേണോ വേണ്ടതെന്നൊന്നും ഞാൻ ആലോചിക്കാറില്ല. നമ്മളെപ്പോഴും ടോയ്സ് വാങ്ങുമ്പോഴും എന്ത് വാങ്ങുമ്പോഴും നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ആഗ്രഹിച്ച സാധനങ്ങൾ വാങ്ങിയിട്ട് കുട്ടിക്ക് കൊടുക്കുക. നമ്മളെ കുട്ടികളത് മൈൻഡ് ചെയ്യുന്നല്ല, അതിനിപ്പോൾ എന്ത് ടോയ് ആണെങ്കിലും. ഞാൻ പറഞ്ഞ കറക്റ്റാണ്. ഇതിപ്പോൾ പിന്നെ ചില കുട്ടികളുടെ താല്പര്യം എന്താണോ നമ്മൾ വാങ്ങിക്കൊടുക്കണം. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത്, നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടിനൊരു മോനുണ്ടായി, അപ്പം നമ്മൾ ആ മോനെ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണ്ടേ എന്ന് പറഞ്ഞ് പോകുമ്പോൾ കടയിൽ പോയിട്ട് നമ്മൾ വാങ്ങുക കാറാണ്. ആ കുട്ടിയുടെ കൺസെന്റ് വാങ്ങാതെ നമ്മൾ കാറ് വാങ്ങിക്കൊണ്ടേ കൊടുക്കും എന്നുള്ളതാണ്. ആ ഒരു സ്ഥാനത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ആ കോൺസെപ്റ്റ് ഒക്കെ കുറെ മാറിയാന്നല്ലത്. എന്റെ അയൽവാസി ഒരു പെൺകുട്ടിയായിരുന്നു. ഞാന് വാങ്ങിക്കൊടുത്തത് ഉടുപ്പൊന്നും അല്ല, ഒരു സൈക്കിളാ വാങ്ങിച്ചു. അപ്പം അങ്ങനത്തെ അത് ഞാൻ വിചാരിച്ചത് ഇനിയിപ്പോ സൈക്കിളൊന്നും ആരും വാങ്ങി കൊടുക്കില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് സൈക്കിൾ വാങ്ങിച്ചു. പക്ഷെ നോക്കുമ്പോ അവിടെ 5 സൈക്കിൾ ഉണ്ടായി. അപ്പൊ ആ കോൺസെപ്റ്റ് ഇപ്പൊ മാറുന്നുണ്ട്. കുട്ടികളെ ഇഷ്ടത്തിന് ഇപ്പൊ കുഞ്ഞു കുട്ടികൾ 1 വയസ്സുള്ള കുട്ടിയുടെ അടുത്തൊന്നും നമുക്ക് ഇഷ്ടം ചോദിക്കാൻ പറ്റില്ല. അതല്ലാതെ ആ കോൺസെപ്റ്റ് ഇപ്പൊ മാറുന്നുണ്ട്. പിന്നെ എല്ലാ കാര്യത്തിനും ഇപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതൽ പെൺകുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാലം കൂടി വന്നിട്ടുണ്ട്. ആൺകുട്ടികളെക്കാളും പാരന്റ്സ്
കൂടുതൽ ഇപ്പൊ അച്ഛനൊക്കെ കൂടുതൽ ഒരു പെൺകുട്ടിയാവും 2 ആൺകുട്ടികളാണെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പെൺകുട്ടിക്കായിരിക്കും. പിന്നെ പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറയുന്ന സമയത്ത് പെൺകുട്ടിക്ക് ഒരു വീടില്ല, പിന്നെ കുറച്ചു കാലം ഫാദറിന്റെ സുരക്ഷിതത്തിൽ, നെക്സ്റ്റ് ആഫ്റ്റർ ദാറ്റ് ഷി വിൽ ബി വിത്ത് എ ഹസ്ബൻഡ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ സൺ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇപ്പം കല്യാണം പോലും വേണ്ട എന്ന് രക്ഷതി അങ്ങനെ ഉണ്ടല്ലോ അല്ലെ പാത്തുമ്മക്കുട്ടി മാമിന്. വാർദ്ധക്യ പുത്രോ രക്ഷതി വാർദ്ധക്യ എന്ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. അത് മനുസ്മൃതിയിലുള്ളതാണ്. അതാണ് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ വിചാരിക്കുന്ന, കല്യാണം പോലും കഴിക്കേണ്ടെന്ന് വിചാരിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ഞങ്ങളുടെ കാലിൽ നിൽക്കും, ആരും ഡിപ്പെൻഡൻ്റ് ആയിട്ട് വേണ്ട എന്ന് വിചാരിക്കുന്ന കുറേ പെൺകുട്ടികൾ ഉണ്ട്. ഇന്നത്തെ കാലത്ത് ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ കുറേ പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്നില്ല, ആൺകുട്ടികൾക്ക് പെണ്ണിനെ കിട്ടുന്നില്ല. അവർക്ക് കാരണം അവരുടെ ഡിമാൻഡും ഫ്രീഡം എല്ലാവരും വേണമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ജോലി അതുപോലെ ഒരു പിന്നെ ജാതിയിലോ മതത്തിലോ ഒന്നുമില്ല, എല്ലാവരും ഒരു ജോലിയൊക്കെ ആയിക്കഴിഞ്ഞ് സ്വന്തം കാലിൽ നിന്നതിന്റെ ശേഷം മതി, ഇനി കല്യാണം കഴിക്കുകയാണെങ്കിൽ തന്നെ അങ്ങനെ മതി എന്ന് വിചാരിക്കുന്ന പെൺകുട്ടികളാണ് കൂടുതലും ഇപ്പോൾ ഉള്ളത്. ഒരുപാട് പൊതുവെ വേറെ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എൻ്റെ ഒരു ഒബ്സർവേഷനാണ്, അത് പിന്നെ എത്രത്തോളം കറക്റ്റാന്ന് അറിയില്ല. നമ്മൾ ഈ സ്ത്രീകൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ കൂടുതൽ ആഘോഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്ക് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഗ്രീഷ്മ കഷായം കൊടുത്തത്, ജോളി സയനൈഡ് കൊടുത്തത്, ഇതൊക്കെ കുറച്ച് കൂടുതൽ. അതേപോലെ ഇപ്പം അടുത്തൊരു ബസ്സിലുണ്ടായ ഒരു ഇൻസിഡൻസ്, ഒരു സ്ത്രീ ഇങ്ങനെ ഒരു പുരുഷനെ വീഡിയോ എടുക്കുകയും അദ്ദേഹം ആത്മഹത്യയൊക്കെ ചെയ്ത സാഹചര്യങ്ങളുണ്ടായാലും, ഇവിടെ ഈ പുരുഷ കമ്മീഷൻ വേണം എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ അതിൻ്റെ പിന്നാലെ നടക്കുന്നതും, നമ്മളൊരിക്കലും ഈ പുരുഷന്മാരെ ഇപ്പം പണ്ടൊരു റിപ്പർ രാജനോ അങ്ങനെ എന്തോ ഒരാളുണ്ടായിരുന്നു, അങ്ങനെ കുറെ റിപ്പർ ചന്ദ്രൻ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില പേരുകൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. പക്ഷെ സ്ത്രീകളുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ ആഘോഷിക്കപ്പെടുന്നുണ്ടോ? പുരുഷന്മാര് ഇതിന്റെ എത്രയോ ആളുകൾ ഗ്യാസ് പൊട്ടി എത്രയോ സ്ത്രീകൾ ഇതിനു മുമ്പ് മരിച്ചിട്ടുണ്ട്, പാമ്പ് കൊന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇത്ര ആഘോഷിക്കപ്പെടുന്നില്ല. അങ്ങനെ ഒരു റീഡിങ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്താണ് പാത്തുമ്മക്കുട്ടി മാമിന് അതിനെക്കുറിച്ച് പറയാനുള്ളത്? താങ്കൾ പറഞ്ഞത് ശരിയാണ്. പിന്നെ റീസെൻ്റ്ലി ഇങ്ങനത്തെ സ്ത്രീ പീഡനത്തെ പറ്റിയായിരുന്നു നേരത്തെ നമ്മൾ കേട്ടിരുന്നത്. ഇപ്പോൾ പുരുഷ പീഡനത്തെ പറ്റിയും വനിതാ കമ്മീഷന് പകരം ഒരു പുരുഷ കമ്മീഷനെ പറ്റിയൊക്കെ ഡിമാൻഡുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഈ സ്ത്രീകൾക്ക് ഇത്രയൊക്കെ അവകാശങ്ങളും ഇതൊക്കെ കിട്ടുമ്പം പുരുഷന്മാർക്ക് അവർ പീഡിപ്പിക്കപ്പെടുമോ എന്നുള്ളൊരു ഉൾഭയം ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അതുണ്ടാകുന്നത്. സൊസൈറ്റിയിൽ വേണ്ടത് എന്താണ്? ഹെൽത്തി തിങ്കിങ് ആണ്. അതായത് പിന്നെ ലേഡിയും ജെൻസും ഒന്നിച്ച് പോകുന്നതാണല്ലോ, അപ്പോഴാണല്ലോ ഒരു സൊസൈറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. ഒരു ഹെൽത്തി ആയിട്ടുള്ള തിങ്കിങ് അവിടെ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പരസ്പര ബോധ്യത്തോടെയും അംഗീകരിച്ചും കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴേ പറ്റുള്ളൂ. അത് തന്നെയാണ് നമ്മളുടെ പിന്നെ ബീയിങ് ഇൻ എ സ്കൂൾ, വാട്ട് വി ഹാവ് ടു ടെൽ അവർ സ്റ്റുഡൻസ്, നോബഡി ഈസ് സുപ്പീരിയർ ടു നെതർ ഗ്രൂപ്പ്. ഗേളാണ് ബെറ്റർ അല്ലെങ്കിൽ ബോയ് ആണ് ബെറ്റർ എന്നല്ല നമ്മൾ പറയേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ദേ ഹാവ് ഡിഫറെൻറ്റ് റോൾസ് ആൻഡ് വെൻ ദേ പ്ലേ ദെയർ റോൾസ് വെൽ, എ ബെറ്റർ സൊസൈറ്റി ഫോർ ദ ബെറ്റർ വേൾഡ്. ദാറ്റ് വുഡ് ബി അവർ എയിം. ദാറ്റ് ഇസ് വാട്ട് ഐ തിങ്ക്. പുരുഷ കമ്മീഷൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് പാത്തുമ്മക്കുട്ടി മാം അതിന് ആൻസർ പറഞ്ഞു. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ പറയുമ്പോൾ ചരിത്രപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് വനിതാ കമ്മീഷൻ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ പുരുഷ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു അനാവശ്യമായിട്ടുള്ള ഒരു സാധനമാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം പുരുഷൻ എന്താ പറയുക, പുരുഷ കമ്മീഷൻ്റെ ഒരു ആവശ്യകത ഇവിടെ ഇല്ല. ഉള്ള നിയമങ്ങൾ ഒന്ന് കൃത്യമായിട്ട് പാലിക്കപ്പെടുകയും അത്തരം കാര്യങ്ങളും ചെയ്താൽ മതി എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം ചരിത്രപരമായിട്ടും വർഷങ്ങളായിട്ടും യുഗങ്ങളായിട്ടും അടിച്ചമർത്തപ്പെട്ട് വെച്ച ഒരു സൊസൈറ്റിയെ എംപവർ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാനിവിടെ വായിച്ചിട്ടുണ്ട്, എംപവർ ചെയ്യപ്പെട്ട സ്ത്രീയുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് ഭയങ്കര റിസ്ക് ആണെന്ന് ഏതോ ഒരാൾ എഴുതിയത് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഒരു സ്ത്രീ എംപവേർഡ് ആണെങ്കിൽ ആ സ്ത്രീയുടെ കൂടെ ജീവിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ ഉള്ള ഒരു നാട്ടിൽ പുരുഷ കമ്മീഷൻ കൂടി വന്നാലുണ്ടാകുന്ന അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ.
നമുക്ക് എം ഡിയോട് ചോദിച്ചു നോക്കാം എന്താണ് അഭിപ്രായം എന്നുള്ളത്. നമ്മളൊക്കെ ഒരു വളരെ പ്രസിദ്ധമായ ഒരു കാർട്ടൂൺ കണ്ടിട്ടുണ്ടാവും. ഒരു ഗ്ലാസ്സിലൂടെ 3 പേര് എത്തി നോക്കുകയാണ്. അപ്പോൾ അതിൽ എല്ലാവർക്കും കാഴ്ച കാണാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ഉയരം കുറഞ്ഞ ആൾക്ക് അത് കാണാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് പോലെ വെച്ചിട്ട് എല്ലാവരും ഈക്വലായിട്ട് കാണുന്നു. അത്രയേ ഉള്ളൂ വനിതാ കമ്മീഷൻ. എക്സാക്ട്ലി. അപ്പോൾ പുരുഷ കമ്മീഷൻ വേണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ വനിതാ കമ്മീഷൻ വെച്ച് സ്ത്രീകൾക്ക് കൂടുതൽ പ്രിവിലേജ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സും ഈക്വൽ നീതിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൊതുവെ കാലഘട്ടം ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എല്ലാവരോടും എന്താണ് ഈ വർഷത്തെ വനിതാ ദിനത്തിൽ ചെറിയൊരു സന്ദേശവും കൂടി പറഞ്ഞുകൊണ്ട് ഈ ചെറിയൊരു ടോക്ക് നമുക്ക് അവസാനിപ്പിക്കാം. മാം, ചെറിയൊരു സന്ദേശം നമ്മുടെ സ്കൂളിനും നമ്മുടെ പാരൻസിനും ഒക്കെ പ്രിൻസിപ്പൾ എന്നുള്ള നിലയിൽ ഈ പ്രത്യേക ദിനത്തിൽ ഒരു സന്ദേശം ഞങ്ങൾക്ക്. എനിക്ക് ഇന്നത്തെ ഒരു ദിവസം എല്ലാവരോടുമായിട്ട്, ആണുങ്ങളെടുത്തും പെണ്ണുങ്ങളെടുത്തും എല്ലാവരുടെ പറയാനുള്ള ഒരു സന്ദേശം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഞാനാണ് വലുത് നീയാണ് വലുത് എന്നും പറയാതെ എല്ലാവരും ഒരുമിച്ച് ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്ന ഒരു ആശയം മനസ്സിൽ കൊണ്ട് എല്ലാവരും സഹകരിച്ച് നല്ല രീതിയിൽ ഒരു വീട്ടിലാണെങ്കിലും ശരി, പുറത്താണെങ്കിലും ശരി, ലോകത്താണെങ്കിലും ശരി, ഒരു യുദ്ധമോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ, ഇപ്പം യുദ്ധമൊക്കെ നടക്കുന്ന സമയമാണ്, ഇവിടെ ഉള്ളവർക്ക് അങ്ങോട്ട് പോകാനും അവിടെ ഉള്ളവർക്ക് ഇങ്ങോട്ട് വരാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായ പ്രത്യേകിച്ചുള്ള സമയമാണ് ഇപ്പം ഈ കുറച്ച് ദിവസമായിട്ട്. അതൊക്കെ വരുന്നത് ഭയങ്കര എല്ലാവരും ഞാൻ ജയിക്കണം നമ്മൾ ജയിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. എല്ലാവർക്കും ജയിക്കാം, കോമ്പറ്റീഷനിലൊക്കെ എല്ലാവരും ജയിക്കാം, പക്ഷേ എല്ലാവരും സഹകരിച്ച് നല്ലൊരു ജീവിതം നയിച്ചാൽ നമുക്ക് എല്ലാവർക്കും വി ക്യാൻ live with great respect and great peace in the world. So that's the message that I would like to give on this International Women's Day. Shaza, please. Shaza. I would like to end with the note that be the change you wish to see in the world. Be the change you wish to see in the world. Thank you. Okay, അവസാനം മാം. എനിക്ക് പറയാനുള്ളത്, യു മാറ്റർ, യുവർ വോയിസ് മാറ്റർ, യുവർ ഡ്രീംസ് മാറ്റർ. ടു ബിക്കം എ ലീഡർ യു ഡോണ്ട് വാണ്ട് ടു ബി ദ ലൗഡസ്റ്റ് ഓഫ് ദ റൂം. നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നാൽ മാത്രം മതിയാവും. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ദിൽഷാദിനോടാണ്. ഒരു പുരുഷനെന്ന നിലയിൽ സ്ത്രീകളോട് എന്ത് അഡ്വൈസാണ് കൊടുക്കാനുള്ളത്? അതൊരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യനാണ് മാം. സ്ത്രീകൾക്ക് ഞാൻ പലപ്പോഴും ഇങ്ങനെ നമ്മൾ ജീവിക്കുന്നതിനനുസരിച്ചാണല്ലോ നമ്മളിങ്ങനെ ഓരോ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ വരിക. നമ്മൾ തുടക്കത്തിലുള്ള ഞാനല്ല, ഈ കുറച്ച് കഴിയുമ്പോഴുള്ള നമ്മൾ അങ്ങനെ ഓരോ അനുഭവങ്ങളും ഓരോ കാര്യങ്ങളും നമ്മളെ മാറ്റിമറിക്കപ്പെടും. സ്വാഭാവികമായിട്ടും ഞാൻ ഫെമിനിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഫെമിനിസ്റ്റ് ആശയങ്ങളെ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഒരുപാട് സ്ത്രീകളുടെ കൂടെ എന്താ പറയുക, പല അർത്ഥത്തിൽ എൻ്റെ ഉമ്മ, എനിക്ക് ഒരു സിസ്റ്ററാണുള്ളത്, പിന്നെ എൻ്റെ വൈഫ്, അങ്ങനെ എന്താ പറയുക എൻ്റെ കുട്ടികൾ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുപാട് സ്ത്രീകളുമായിട്ട് ഒരുപാട് രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കിയൊരു സാധനം, ഞാനുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ആൾ എൻ്റെ ഭാര്യയാണല്ലോ കുറച്ച് കാലങ്ങളായിട്ട്. ഭാര്യയുടെ അഭിപ്രായത്തിൽ ഞാൻ ഒരു തിയററ്റിക്കൽ ഫെമിനിസ്റ്റാണ്, പ്രാക്ടിക്കലി അല്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രാക്ടിക്കൽ ഫെമിനിസ്റ്റ് ആകാനുള്ള ഒരു യാത്രയിലാണ് ഞാൻ. കാലഘട്ടം ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ അത് കൂടുതൽ നല്ല ഒരു എല്ലാവരെയും ബഹുമാനിക്കാൻ കഴിവുള്ള ഒരാളായി മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എന്നോട് തന്നെ. അപ്പോൾ ഈ ഒരു ചെറിയൊരു ടോക്ക് നമുക്ക് നടത്താൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. ഇനിയും ഇത്തരത്തിലുള്ള ടോക്കുമായിട്ട് നമുക്ക് കാണാം എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് നിർത്താം. താങ്ക് യു.